ഹലോ മക്കളെ, നമ്മൾ ഇന്ന് പ്രോബിലിറ്റിയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് കാണുന്നതിന് മുന്നേ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ഈ ഒരു പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഫുൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അതും നമ്മൾ പഠിക്കേണ്ട എല്ലാ ഇക്വേഷൻസും, അതേപോലെ തന്നെ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന ഫസ്റ്റ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൻ്റെ അകത്താണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിനെ കുറിച്ചിട്ടും ബേസ് തിയറത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഇൻഡിപെൻഡൻസ് ഇവൻറ്റ്സിനെ പറ്റിയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൻ്റെയും കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ബേസ് തിയറത്തിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൻ്റെയും പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ എഴുതിയേക്കുന്ന വെരി ബേസിക് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എഴുതിയത്. ഓരോ ക്വസ്റ്റ്യൻസുകളായിട്ട് നോക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണ്, യൂസ്ഫുൾ ആണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. ആൻഡ് കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയിടാം. ഇഫ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 3/5, പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 1/5, ഫൈൻഡ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. മക്കളെ, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് കൂടുതലും ഒരു പ്രോബ്ലമായിട്ട്, വേർഡ് പ്രോബ്ലം ആയിട്ട് വരുന്നിടത്ത് നമ്മൾ അവിടെ അതൊരു ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണോ അല്ലേ എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഡയറക്റ്റ്ലി ഈ ഒരു ക്വസ്റ്റനിൽ തന്നെ എടുത്തു പറയുന്നുണ്ട് അതൊരു ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ് എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ നമുക്കറിയാം, ആൻസറിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഓൾറെഡി അറിയാടാ. ഇക്വേഷൻ്റെ അകത്ത് ലാസ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. അത് എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് എങ്കിൽ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുക്കുന്നത് എന്തിനോട് ഈക്വൽ ആ? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബിനോട് ഈക്വൽ ആയിരിക്കും. സോ വാട്ട് ഇസ് പി ഓഫ് എ? പി ഓഫ് എ ഇസ് 3/5 ഇൻറ്റു പി ഓഫ് ബി എന്താണ്? 1/5. സോ ഇത് രണ്ടുകൂടെ പ്രോഡക്റ്റ് എടുത്താൽ മതി. 3 into 1 is 3, divide by 5 into 5 is 25. So this will be the answer. എളുപ്പമല്ലേടാ? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ് എങ്കിൽ അതിൻ്റെ ഇന്റർസെക്ഷൻ വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. വളരെ എളുപ്പം തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് കോൺസെപ്റ്റോ ആ ഇക്വേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. ഒരു പി ഓഫ് എയും പി ഓഫ് ബിയും അവർ തരും, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും തരും. എന്നിട്ട് നമ്മളോട് പറയും ചെക്ക് വെദർ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന്. അപ്പോൾ പി ഓഫ് എ നിങ്ങൾക്ക് തരികയാണ്, പി ഓഫ് ബിയും നിങ്ങൾക്ക് തരികയാണ് എങ്കിൽ എന്ത് ചെയ്യാം? ആൻഡ് ഓൾസോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും തരും. ഓക്കെ, ഒരു വാല്യൂ സംതിങ് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3/5 അതുപോലെ പി ഓഫ് ബി എന്ന് പറയുന്നത് 3/10 ആണെന്നിരിക്കട്ടെ. ആൻഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 1/5 ആണെന്നിരിക്കട്ടെ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആകണം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഒന്ന് പ്രോഡക്റ്റ് എടുത്ത് നോക്കണം. അപ്പോൾ ദാറ്റ് ഈസ് 3/5 ഇൻറ്റു 3/10. അപ്പോൾ എന്ത് കിട്ടുവാടാ? 3 into 3 is 9, 5 into 10 is 50. അതെന്തിനോട് ഈക്വൽ ആണോ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന 1/5നോട് ഈക്വൽ ആണോ? അല്ല, ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 1/5. അതുകൊണ്ട് ഈ കേസിൽ ദ ഇന്റർസെക്ഷന്റെ വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അതുകൊണ്ട് എയും ബിയും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് എക്സസൈസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ എഴുതിക്കോ. ക്വസ്റ്റ്യൻ ഇഫ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 3/5, പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 3/10 and P of A intersection B is equal to 1/5, are A and B independent? Okay, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആദ്യം കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് മാറ്റി വെക്കുക. അതിനുശേഷം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന വാല്യൂവിനോട് അത് ഈക്വൽ ആണോ നോക്കുക. ഈക്വൽ ആണ് എങ്കിൽ അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഈക്വൽ അല്ല എങ്കിൽ എന്താണ്? നമുക്ക് അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദ 2 type of questions, വെരി ബേസിക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ നോക്കിയിടാ, ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്തൊരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇവിടെ ഇഫ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0.3, പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.4, ദെൻ ഫൈൻഡ് ഫസ്റ്റ് വൺ പി എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം, എ യൂണിയൻ ബി കണ്ടുപിടിക്കണം, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കണം, പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ അവരെടുത്ത് പറയുന്നുണ്ട് എയും ബിയും എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. സോ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ? എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പി ഓഫ് എയും പി ഓഫ് ബി അറിയാമെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ്
പ്രോഡക്റ്റ് എടുത്താൽ എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. ഈ യൂണിയൻ കണ്ടുപിടിക്കാനുള്ള നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ? എ യൂണിയൻ ബി, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ അതും അവിടെ ഉപയോഗിക്കാം. എ ഗിവൺ ബി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വേയിൽ നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിലും ചെയ്ത് കാണിക്കാം. മാം ഇപ്പൊ ചെയ്ത് കാണിക്കാം. അതേപോലെ തന്നെ ഈ ഒരു കേസ് നമുക്ക് എളുപ്പം തന്നെ സോൾവ് ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാടാ. ആൻസറിലേക്ക് വരുമ്പോൾ നോക്കിയടാ. ആൻസറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കേസ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0.3യും പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.4 എന്നുമാണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഫൈൻഡ് ഇസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സോ വാട്ട് ഇസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി? ഇറ്റ് ഇസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി അല്ലേ? P of A into P of B. So what is P of A? It is 0.3 into 0.4. മക്കളെ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ 3 into 4 എന്ന് പറയുന്നത് 12 ആണ്. 2 പോയിന്റ്സ് മാറ്റി പോയിന്റ് ഇടുമ്പോൾ 0.12 എന്ന് കിട്ടും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. കാൽക്കുലേറ്ററിൽ ചെയ്താൽ ഇത് സിമ്പിൾ ആയിട്ട് അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത രണ്ടാമത്തെ കേസ് നോക്കിയടാ. രണ്ടാമത്തെ കേസ് P of A യൂണിയൻ B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So what is P of A union B? We know that it is P of A plus P of B minus P of A intersection B. അല്ലേ? ഇതല്ലേ ബേസിക് ഇക്വേഷൻ. P of A എന്താണ്? 0.3 പ്ലസ് P of B എന്താണ്? 0.4 മൈനസ് ഇപ്പൊ ഈ കണ്ടുപിടിച്ചേക്കുന്ന ഇന്റർസെക്ഷൻ ദാറ്റ് ഇസ് 0.12. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടുകൂടെ സം ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. അതായത് സം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.7 മൈനസ് 0.12. ഫൈനൽ ആൻസർ വിൽ ബി 0.58 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയും കിട്ടി, പി ഓഫ് എ യൂണിയൻ ബിയും കിട്ടി അല്ലെ? അടുത്ത കേസ് നോക്കാം. മൂന്നാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ ഗിവൺ ബി ആണ്. സോ വാട്ട് ഇസ് പി ഓഫ് എ ഗിവൺ ബി? ഇറ്റ് ഇസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. ഇനി ഇന്റർസെക്ഷൻ എന്ന ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ ഡയറക്ട്ലി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നോക്കിയടാ, ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇൻഡിപെൻഡന്റ് ഡിഫറൻസ് ആയതുകൊണ്ട് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പൊ അത് വേണമെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് സംഭവിക്കും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. അപ്പൊ നോക്കിയേ, മുകളിലും ഒരു പി ഓഫ് ബി ഉണ്ട്, താഴെയും ഒരു പി ഓഫ് ബി ഉണ്ട്. സോ വി ക്യാൻ ക്യാൻസൽ ഇറ്റ് ഔട്ട് അല്ലെ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ ബാക്കി എന്ത് മാത്രമേ കാണത്തുള്ളൂ? പി ഓഫ് എ മാത്രമേ കാണത്തുള്ളൂ. സോ വാട്ട് ഇസ് പി ഓഫ് എ? ഇറ്റ് ഇസ് 0.3. മനസ്സിലായോടാ? ഇനി അടുത്തത് നാലാമത്തെ കേസിൽ നോക്കിയേ, പി ഓഫ് ബി ഗിവൺ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമിലർ പാറ്റേൺ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ എന്നാണ്. ബട്ട് വി നോ ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഇസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ദ ഹോൾ ഡിവൈഡഡ് ബൈ പി ഓഫ് എ അല്ലെ? അപ്പൊ ഇനി എന്ത് ചെയ്യാം? പി ഓഫ് എ ക്യാൻസൽ ആക്കി കളയാം. വാട്ട് വിൽ ബി ദ ഫൈനൽ ആൻസർ? പി ഓഫ് ബി. ആൻഡ് വാട്ട് ഇസ് പി ഓഫ് ബി? ഇറ്റ് ഇസ് 0.4. So these are the values for these 4 cases: P of A intersection B, P of A union B, P of A given B and P of B given A. ക്ലിയർ ആണോ? ഒന്ന് നോക്കിക്കേടാ. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ഈ ഒരു 4 കേസുകൾ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ മക്കളെ, നോക്കിയിട്ട് അടുത്തൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാം, നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്കുക, കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റർസെക്ഷനും യൂണിയനും ഒക്കെ തന്നെ കണ്ടുപിടിക്കേണ്ട വരും. അതിന്റെ കൂട്ടത്തിൽ ഇതാ എ ആൻഡ് നോട്ട് ബി, എ നൈദർ എ നോർ ബി എന്നൊക്കെ പറയുന്ന കുറച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, എളുപ്പമാണ്. നോക്കിക്കേ, ഗിവൺ 2 ഇൻഡിപെൻഡന്റ് ഇവൻസ് എ ആൻഡ് ബി. എയും ബിയും 2 ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണ്. സച്ച് ദാറ്റ് വി ഹാവ് ഗിവൺ ദാറ്റ് P of A is equal to 0.3, P of B is equal to 0.6. Then we have to find P of A and B, P of A or B, P of A and not B, P of neither A nor B. So these are the things which we have to find. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കേസിലേക്ക് പോകുമ്പോൾ നോക്കിയടാ, ആൻസർ ഗിവൺ തന്നിരിക്കുന്നത് P of A is equal to 0.3 എന്ന് തന്നിട്ടുണ്ട്. P of B is equal to 0.6 എന്ന് തന്നിട്ടുണ്ട്. So the first thing we have to find is P of A and B. So what is P of A and B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്ന സെറ്റിലും B എന്ന് പറയുന്ന സെറ്റിലും രണ്ടിലും ഉണ്ടായിരിക്കണം. അതെന്താണ്? P of A and B. എയിലും ബിയിലും ഉണ്ടായിരിക്കുന്ന ആരാണ്? ഇന്റർസെക്ഷൻ അല്ലേടാ. സോ വി ഹാവ് ടു ഫൈൻഡ് P of A ഇന്റർസെക്ഷൻ B. ഇനി രണ്ട് എയും ബിയും എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ വി നോ ദാറ്റ് A ഇന്റർസെക്ഷൻ B is P of A into P of B.
അല്ലെ? സോ വാട്ട് ഇസ് പി ഓഫ് എ? പി ഓഫ് എ ഇസ് 0.3 ഇൻറ്റു ബി ഇസ് 0.6. സോ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 3 into 6 is 18. 2 പോയിന്റ്സ് മാറ്റി പ്ലേസ് ചെയ്യുമ്പോൾ 0.18 എന്ന് കിട്ടുന്നു. അത് കാൽക്കുലേറ്റർ ചെയ്താൽ മതി, നോ ഇഷ്യൂ. അപ്പൊ സെയിം ഇക്വേഷൻ തന്നെ അല്ലേ? അപ്പൊ ഇക്വേഷൻ സെയിം ആണ്, പക്ഷെ മനസ്സിലാക്കുക ആൻഡ് വരുന്ന സമയത്ത് ഇന്റർസെക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമത്തെ കേസ് ആടാ നോക്കിയടാ, പി ഓഫ് എ ഓർ ബി. സോ വാട്ട് ഇസ് പി ഓഫ് എ ഓർ ബി? പി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എയില് അല്ലെങ്കിൽ ബിയില്. അതെന്താണ്? യൂണിയൻ അല്ലേടാ. യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താ? എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നുള്ള എല്ലാം എടുത്തിടുന്നു, അതിൻ്റെ അകത്ത് ഇല്ലാത്ത ബി എന്ന് പറയുന്ന ബാക്കി നിൽക്കുന്ന എല്ലാ എലമെന്റ്സുകളും എടുത്തിടുന്നു. അപ്പൊ രണ്ടിലും ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഒന്നെങ്കിൽ എയിലോ ഒന്നെങ്കിൽ ബിയിലോ ഉണ്ടെങ്കിൽ യൂണിയനിൽ ഉറപ്പായിട്ടും കാണും. സോ ദാറ്റ് പി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി. സോ വാട്ട് ഇസ് പി ഓഫ് എ യൂണിയൻ ബി? ഇറ്റ് ഇസ് പി ഓഫ് A plus P of B minus P of A intersection B. അല്ലേ? So what is P of A? P of A is 0.3 plus B is 0.6 minus P of A intersection B is 0.18. മക്കളെ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫൈനൽ ആൻസർ 0.72 എന്ന് കിട്ടും. ഓക്കെ, ഇനിയാണ് മൂന്നാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് നോക്കിയിട്ട് P of A and not B. നോക്കിയേ, P of A and not B. So what is P of A and not B? അതെന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന സെറ്റിലുണ്ട് ആൻഡ് ബിയുടെ കോംപ്ലിമെന്റിലുണ്ട്. നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി അല്ലാത്ത സെറ്റ്. ദാറ്റ് മീൻസ് ബിയുടെ കോംപ്ലിമെന്റ് ആണ് അല്ലെ? ഒരു യൂണിവേഴ്സൽ സെറ്റിന്റെ അകത്ത് ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റ് ഒഴികെ ആ യൂണിവേഴ്സൽ സെറ്റിന്റെ അകത്ത് ബാക്കി നിൽക്കുന്നത് അതന്നെയാണ് ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എ ആൻഡ് ബി A and not B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can say that it is P of A and ആയതുകൊണ്ട് it is intersection, not B ആയതുകൊണ്ട് B complement. മനസ്സിലായോടാ? P of A intersection B complement. അതൊന്ന് മനസ്സിലാക്കണം. A and എന്ന് പറഞ്ഞുകൊണ്ട് A intersection, not B എന്ന് പറഞ്ഞുകൊണ്ട് B complement. B അല്ലാത്ത എലമെന്റ്സുകളാണ് നമുക്ക് എടുക്കുന്നത്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി നോക്കിയടാ. ഓൾറെഡി ഇതിനെ നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇന്റർസെക്ഷന്റെ കേസിൽ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് എങ്കിൽ, എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് എങ്കിൽ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അല്ലേ? അപ്പൊ ഉറപ്പായിട്ടും എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, എയും ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റാ, ബി കോംപ്ലിമെന്റും ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റാ. സോ വി ക്യാൻ റൈറ്റ് ഈ ഒരു സിമിലർ പാറ്റേണിൽ നമുക്ക് എഴുതാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? എന്ത് ചെയ്തു? അത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇതേ പാറ്റേണിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. ഇനി വാട്ട് ഇസ് പി ഓഫ് ബി കോംപ്ലിമെന്റ്? അതും മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു. പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒരു സെറ്റും ആ സെറ്റിന്റെ കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റിയോടെ കൂട്ടുമ്പോൾ ഇറ്റ് വിൽ ബി 1. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഇപ്പൊ പി ഓഫ് എ കിട്ടണമെങ്കിൽ പി ഓഫ് എ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ ഇപ്പൊ പി ഓഫ് എ കോംപ്ലിമെന്റ് ആണ് കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ. സോ ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ബി കോംപ്ലിമെന്റിനെ നമുക്ക് ആകെ തന്നേക്കുന്നത് പി ഓഫ് ബിയുടെ കേസ്. അപ്പൊ അതിന്റെ കേസിൽ തന്നാലേ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പി ഓഫ് ബി കോംപ്ലിമെന്റ് അറിയില്ല. സോ പി ഓഫ് ബി കോംപ്ലിമെന്റിനെ നമുക്ക് പി ഓഫ് ബിയുടെ കേസിൽ എഴുതണമെങ്കിൽ ദാ ഇവിടെ നോക്കിയാൽ 1ൽ നിന്ന് കുറച്ചിരുന്നാൽ മതി. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് ബി അല്ലെ? ഇവിടെ എക്സാമ്പിളിൽ ഞാൻ എ ആ കൊടുത്തേക്കുന്നത്. എക്ക് പകരം ബി എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിൽ പി ഓഫ് എ കണ്ടുപിടിക്കാൻ 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ്, പി ഓഫ് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ 1 മൈനസ് പി ഓഫ് എ തിരിച്ച് ചെയ്താൽ മതി. അപ്പൊ therefore പി ഓഫ് എ ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി വിൽ ബി ദ കേസ്. മനസ്സിലായോ? സോ വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് എ എത്രയാടാ? 0.3 ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി എത്രയാടാ? 0.6. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.3 ഇൻറ്റു 1 മൈനസ് 0.6 is 0.4. സോ അഗെയിൻ 0.3 ഇൻറ്റു 0.4 is 0.12 എന്ന് കിട്ടുന്നു. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ ഓഫ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. മനസ്സിലായോടാ? സോ ദെൻ എന്താ? എ ആൻഡ് നോട്ട് ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആൻഡ് ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് വി ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് ഔട്ട് ബൈ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ്. പി ഓഫ് ബി കോംപ്ലിമെന്റിനെ 1 മൈനസ് പി ഓഫ് ബി എന്ന് എഴുതാം. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ആൻസർ 0.12. ഓക്കെ,
ഇനി എന്ത് ചെയ്യാം, നാലാമത്തെ കേസ് നോക്കാം. നാലാമത്തെ കേസിൽ നോക്കിയാൽ പി ഓഫ് നൈദർ എ നോർ ബി, പി ഓഫ് നൈദർ എ നോർ ബി ഇങ്ങോട്ട് എഴുതാമേ, പി ഓഫ് നൈദർ എ നോർ ബി. അപ്പൊ നോക്കിക്കേ, നാലാമത്തെ കേസിലേക്ക് പി ഓഫ് നൈദർ എ നോർ ബി, അതായത് എയിലും ഇല്ല ബിയിലും ഇല്ല, അങ്ങനെയുള്ളതിന്റെ പ്രോബിലിറ്റി നോക്കാനായിട്ട് എന്തായിരിക്കും? അപ്പോൾ പി ഓഫ് എ കോംപ്ലിമെന്റ് രണ്ടിലും ഇല്ല, സോ ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, എയിലും ഇല്ല ബിയിലും ഇല്ല, സോ ദാറ്റ് ഈസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. സോ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി അങ്ങനെ വേണേൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ മിസ് ഇതാ ഈ പറഞ്ഞ അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാം. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡൻസ് ഇവന്റ്സ് ആയിരിക്കും. അപ്പൊ അത് രണ്ടെണ്ണത്തിന്റെ ഇന്റർസെക്ഷൻ വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ്. അല്ലെ, what is p of a complement? That is 1 minus p of a, and what is b complement? That is 1 minus p of b. അല്ലെ, so what is 1 minus p of a is 0.3 into 1 minus 0.6, so which is equal to 0.7 into 0.4, so which is equal to 0.28. so that will be the answer of this question. Okay, അപ്പൊ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പം ഇത് ഇൻ ദ കേസ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് എന്ന് തന്നിട്ടുണ്ട്. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയതുകൊണ്ട് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡൻസ് ഇവന്റ്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്തു അതേപോലെ തന്നെ ഈ ഒരു ഡയറക്റ്റ് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലാത്ത കേസിൽ പറ്റില്ല. അതൊന്നും മനസ്സിൽ വെക്കുക. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കുക. കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് ഒക്കെ കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് ബേസിക് കാൽക്കുലേഷൻ ആണ് അത്. യു ക്യാൻ യൂസ് കാൽക്കുലേറ്റർ. കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. അതൊന്ന് സെറ്റാക്കി വെച്ചാൽ വി വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നോക്കിയിടാ. അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിലായിരിക്കും വേർഡ് പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഇതിൽ തന്നെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരും. ഇതുവരെ നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് അവർ എടുത്തു പറയുന്നുണ്ട് എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇൻഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ളൊരു ഹിന്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ നമുക്കൊരു മെത്തേഡും ഇൻഡിപെൻഡന്റ് അല്ല എങ്കിൽ മറ്റൊരു മെത്തേഡുമാണ്. എടാ അതിനുള്ള ഹിന്റാണ് ഇതാ ഇവിടെ നോക്കിയേക്കുന്നത്, വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 2 balls are drawn at random with the replacement from a box containing 10 black and 8 red balls. Find the probability that both balls are red. Find first ball is black and the second is red. One of them is black and other is red. So ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേടാ, 2 balls are drawn at random with the replacement എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വിത്ത് റീപ്ലേസ്മെന്റിലാണ് കാര്യം. അതായത് ഇവിടെ ഇപ്പോൾ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിന്റെ അകത്ത് എത്ര കാര്യങ്ങളുണ്ട്? 10 ബ്ലാക്ക് ബോൾസും 8 റെഡ് ബോൾസുമാണ് ഉള്ളത്. ഓക്കെ, ഈ സമയത്ത് ഇവിടെ നോക്കിക്കേടാ, വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇങ്ങനെ മിക്സ് ആയി കിടക്കുവാണല്ലോ. 10 ബ്ലാക്കും 8 റെഡും കൂടെ മിക്സ് ആയിട്ട് ഒരു ബോക്സിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പിക്ക് ചെയ്തു. ആദ്യമായിട്ട് ഒരു ബോൾ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ അത് ഒരു ബ്ലാക്ക് ആകാം, ഒരു റെഡ് ആകാം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എ ബ്ലാക്ക് ബോൾ. ഒരു ബ്ലാക്ക് ബോൾ ആണെന്ന് വിചാരിക്കാം. അതിപ്പോൾ ഞാൻ എടുത്തു, എനിക്കൊരു ബ്ലാക്ക് ബോൾ കിട്ടി, ഞാൻ കയ്യിൽ വെച്ചു. ആൻഡ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഞാൻ ബോൾ എടുക്കുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബ്ലാക്ക് ബോൾ അതിലേക്ക് ഇട്ടിട്ടാണ് അടുത്ത ബോൾ ഞാൻ എടുക്കുന്നത്. മനസ്സിലായോടാ? എൻ്റെ കയ്യിൽ ഞാൻ ആദ്യം എടുത്ത ബ്ലാക്ക് ബോൾ എടുത്തിട്ടിട്ടാണ് അടുത്ത വീണ്ടും ഞാൻ കൈയിട്ട് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ അടുത്ത ചിലപ്പോൾ എനിക്ക് റെഡ് ആയിരിക്കും കിട്ടിയേക്കുന്നത്. സോ ഫസ്റ്റ് കേസിൽ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു റെഡ്. പിന്നെയും ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഇപ്പൊ ഞാൻ കയ്യിൽ എൻ്റെ രണ്ടാമത് എടുത്ത റെഡ് ബോൾ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ വീണ്ടും അകത്തേക്ക് ഇട്ടിട്ടാണ് അടുത്ത ബോൾ എടുക്കുന്നത്. സോ ദാറ്റ് മീൻസ് വിത്ത് റീപ്ലേസ്മെന്റ് ആകുമ്പോൾ ടോട്ടൽ ഈ ഒരു ബോക്സിനകത്ത് എത്ര ബോൾസ് ഉണ്ട്? 10ഉം 8ഉം 18 ബോൾസുകളാണ് ബ്ലാക്കും റെഡും കൂടെ ചേർന്നെടുത്തത്. അപ്പൊ ആദ്യം ഞാൻ കൈയിട്ട് ഒരു ബ്ലാക്ക് ബോൾ എടുത്തപ്പോൾ ബോക്സിന്റെ അകത്ത് 18 ബോൾസ് ആണ്. വീണ്ടും ഞാനത് ഇട്ടിട്ടാണ് എടുത്തത്. അപ്പോഴും ഇട്ടപ്പോൾ വീണ്ടും അത് ബാക്ക് ടു 18 ആയി. എന്നിട്ടാണ് അടുത്ത ബോൾ എടുത്ത് റെഡ് എടുത്തത്. മനസ്സിലായോടാ? സോ ദിസ് ഹാപ്പൻസ്. അപ്പൊ ഒരു ഇവന്റ് നമ്മൾ ഇങ്ങനെ ഒരു ബോൾ ഇങ്ങനെ എടുക്കുന്നു. ഈ ഒരു പ്രാവശ്യം ഞാൻ ബ്ലാക്ക് എടുത്തു, 18 എണ്ണം ഉണ്ട്.
അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ദ സെയിം ഹാപ്പൻസ് അല്ലേ, വീണ്ടും 18 എണ്ണമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ഡ്രോ ഞാൻ ഇങ്ങനെ എടുക്കുന്ന അനുസരിച്ച് അവിടെ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ദേ ആർ നോട്ട് ഡിപ്പെൻഡന്റ്. അത് ഡിപ്പെൻഡന്റ് അല്ല, അതെന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ മനസ്സിലാക്കുക, വിത്ത് റീപ്ലേസ്മെന്റ് ആകുന്ന കേസുകളിൽ അതെന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, അതായത് അത് ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം. ഒരു ബോൾ എടുത്തു, അത് കയ്യിൽ വെച്ചിട്ട് വീണ്ടും ഞാൻ അടുത്ത ബോൾ എടുക്കുകയാണ് ആൻഡ് കയ്യിൽ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബോൾസിന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഡിപ്പെൻഡന്റ്. ആ കേസിൽ നമുക്ക് എന്താ, മൾട്ടിപ്ലിക്കേഷൻ തിയറം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇൻഡിപെൻഡന്റ് അല്ല എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. അതിന്റെ ഒരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേടാ. അപ്പൊ ഇത് വിത്ത് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് ഇതൊരു ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ് എന്ന് മനസ്സിലായി. ഇനി ബോത്ത് ബോൾസ് ആർ റെഡ്, ഫസ്റ്റ് ബോൾ ഇസ് ബ്ലാക്ക് ആൻഡ് second is red, one of them is black and other is red. ഈ കേസിലെല്ലാം നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ബ്ലാക്ക് ബോളും പ്രോബിലിറ്റി ഓഫ് എ റെഡ് ബോളും നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഈ പ്രോബിലിറ്റി ഓഫ് എ ബ്ലാക്ക് ബോൾ എന്താണ്, ഇവിടെ നോക്കിയാൽ മൊത്തത്തിൽ 18 എണ്ണം, അതിൽ നിന്ന് ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി നോക്കിക്കേ. ആൻസറിലേക്ക് വരുമ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ. ഓക്കെ, ബ്ലാക്ക് ബോൾ എന്താണ്, ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. അങ്ങനെയാണല്ലോ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ബ്ലാക്ക് ബോൾ 10 എണ്ണം ആണെങ്കിൽ ഇറ്റ് വിൽ ബി 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇസ് 10 by 8 is 18. സോ എന്തായിരിക്കും, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ വിൽ ബി 10 by 18. ഇനി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്തായിരിക്കും, എത്ര റെഡ് ബോൾ ഉണ്ടോ ഡിവൈഡഡ് ബൈ ടോട്ടൽ, ആ ബോക്സിനകത്ത് എത്ര എണ്ണം ഉണ്ട്. അപ്പൊ എത്ര റെഡ് ബോൾ ഉണ്ട്, 8 എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ ഇസ് 18. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ വിൽ ബി 10 by 18 ആൻഡ് ദ പ്രോബിലിറ്റി ഓഫ് റെഡ് ബോൾ വിൽ ബി 8 by 18. മനസ്സിലായോ? സോ ദിസ് ഇസ് ദ കേസ്. ഇനി എന്ത് ചെയ്യാം, ഓരോ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കേസ് ഇസ് ദാറ്റ്, നോക്കിക്കേ, ബോത്ത് ബോൾസ് ആർ റെഡ്. അതായത് ആദ്യം ഞാൻ വിത്ത് റീപ്ലേസ്മെന്റ് ആണ്, ആദ്യം ഞാൻ കൈയിട്ടൊരു ബോൾ എടുത്തു, എനിക്ക് റെഡ് കിട്ടി. വീണ്ടും ഞാൻ അകത്തേക്ക് ആ ബോൾ തിരിച്ചിട്ടു ആൻഡ് വീണ്ടും അടുത്ത ബോൾ എടുത്തു, അതും ഒരു റെഡ് കിട്ടി. സോ ദാറ്റ് രണ്ട് കേസിലും എന്താണ്, റെഡ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. സോ ആ കേസിൽ വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. ഞാൻ 6 ആണ് റെഡ്, പക്ഷെ R1 R2 R3 എന്ന് എഴുതുകയാണ്, കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സുകളാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ബോൾസുകളാണല്ലോ. അപ്പൊ ആദ്യം എനിക്ക് റെഡ് ബോൾ കിട്ടി R1, അടുത്ത ഇന്റർസെക്ഷൻ രണ്ടാമതും ഒരു റെഡ് ബോൾ കിട്ടി R2. സോ 2 ബോളുകളാണ് ഞാൻ അറ്റ് എ ടൈം ഓരോ പ്രാവശ്യം എടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം റെഡ് കിട്ടി, രണ്ടാമത്തെ പ്രാവശ്യം റെഡ് കിട്ടി. സോ 2 റെഡ് ബോൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് R1 ഇന്റർസെക്ഷൻ R2 എന്താണ്, ആസ് ഇറ്റ് ഇസ് വിത്ത് റീപ്ലേസ്മെന്റ് ഇറ്റ് വിൽ ബി എ ഇൻഡിപെൻഡന്റ് ഇവന്റ്. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ എന്താ കേസ്, പ്രോബിലിറ്റി ഓഫ് R1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് R2 അല്ലെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് R1 എത്രയാണ്, 8 by 18. വീണ്ടും ഞാൻ ഈ കിട്ടിയ ബോൾ തിരിച്ചിട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഇതിന്റെയും പ്രോബിലിറ്റി വിൽ ബി 8 by 18 തന്നെയായിരിക്കും. സോ ജസ്റ്റ് സോൾവ് ചെയ്യുക, ക്യാൻസൽ ഔട്ട് ചെയ്യുക. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4, ഇവിടെ എത്ര 9 ആൻഡ് 4 by 9, ഇവിടെയും വന്നിട്ട് 4 by 9. സോ 4 into 4 is 16 ഡിവൈഡ് ബൈ 9 into 9 is 81. will be the case. രണ്ടും റെഡ് ബോൾ ആണ്. ഇനി അടുത്ത കേസ് നോക്കിയടാ, അടുത്ത കേസ് നോക്കിക്കേ. രണ്ടാമത്തെ കേസിൽ ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബോൾ ഇസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഇസ് റെഡ് അല്ലെ. ആദ്യം ഒരു ബ്ലാക്ക് ബോൾ കിട്ടി, അത് ഞാൻ തിരിച്ചിട്ടിട്ട് പിന്നെ എന്ത് ചെയ്തു, ഒരു റെഡ് ബോൾ കിട്ടി. അപ്പൊ എങ്ങനെ വരും, ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എന്താ, ബ്ലാക്ക് ബോൾ കിട്ടുക മീൻസ് B1 ഇന്റർസെക്ഷൻ റെഡ് ബോൾ കിട്ടുക മീൻസ് R1 അല്ലെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, അത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് P of B1 into P of R1. So what is P of B1? P of B1 is 10 by 18 into P of R1 is 8 by 18. ക്യാൻസൽ ചെയ്യുമ്പോൾ അഗെയിൻ 4ഉം 9ഉം കിട്ടും, ഇവിടെ 5ഉം 9ഉം കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 20 by 81 വിൽ ബി ദ ഫൈനൽ കേസ്. മനസ്സിലായോ? അടുത്ത കേസ് ഒരു കുറച്ചൊരു ട്രിക്കിയാണ്, ഒന്ന് ശ്രദ്ധിച്ച്, ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. അടുത്ത കേസ് എന്ന് പറയുന്നത് മൂന്നാമത്തത് എന്താ, പ്രോബബിലിറ്റി ഓഫ് വൺ ഓഫ് ദം is black and other is red. അതായത് നമ്മൾ ഒരു ബോൾ എടുത്തു, അത് തിരിച്ചിട്ടു, അടുത്ത ബോൾ എടുത്തു. അപ്പം ഒന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ പോസിബിലിറ്റി ആയിരിക്കും, ഞാൻ ഒരു ബോക്സ് ഇങ്ങനെ എടുത്തു വെച്ചേക്കാണ്, 18 ബോൾസ് ഉള്ളത്, അതിൽ 10 എണ്ണം ബ്ലാക്കും 8 എണ്ണം റെഡും ആണ്. ഞാൻ ബോളിന്റെ അകത്തുനിന്ന് ഷഫിൾ ചെയ്തിട്ട് ഒരു ബോൾ ഞാൻ എടുത്തു, അത് ഇറ്റ് മേ ബി എ ബ്ലാക്ക് ബോൾ
ഓക്കെ, എനിക്കൊരു ബ്ലാക്ക് കിട്ടി. ഞാനത് തിരിച്ച് വീണ്ടും ഇടുന്നു ആൻഡ് എടുക്കുന്ന സമയത്ത് എനിക്കൊരു റെഡ് ബോൾ കിട്ടി. അപ്പൊ ആദ്യത്തേത് ബ്ലാക്കുമായി, ആദ്യത്തേത് റെഡുമായി. അപ്പൊ ഒരെണ്ണം ബ്ലാക്ക്, ഒരെണ്ണം റെഡ്, അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം ബ്ലാക്കും ആയിരിക്കണം, ഒരെണ്ണം റെഡും ആയിരിക്കണം. ഓക്കെ, ഒരെണ്ണം ബ്ലാക്ക് കിട്ടിയാൽ അടുത്തത് റെഡ് ആയിരിക്കണം. ഇനി അത് മാത്രമാണ് എപ്പോഴും എനിക്ക് ആദ്യത്തേൻ്റെ അകത്ത് ബ്ലാക്ക് തന്നെ കിട്ടണം നിർബന്ധമില്ല. ചിലപ്പോൾ ഞാൻ കൈയിട്ട് എടുക്കുന്ന സമയത്ത് ആദ്യം എനിക്കൊരു റെഡ് ബോൾ ആയിരിക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടതിന് ശേഷം ഒരു ബ്ലാക്ക് കിട്ടിയാലും ഒരെണ്ണം റെഡും ഒരെണ്ണം ബ്ലാക്കും ആണ്. ഓക്കെ, അതിന്റെ ഓർഡറിന് വ്യത്യാസമില്ല, ഒരു ബ്ലാക്കും ഒരു റെഡും കിട്ടണമെന്ന് മാത്രം. സോ ദ കേസ് വിൽ ബി എന്തായിരിക്കും, ഒന്നെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് B1 ഇന്റർസെക്ഷൻ R1 പ്ലസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി എന്താ, പ്രോബിലിറ്റി ഓഫ് R1 ഇന്റർസെക്ഷൻ B1. ഒന്നെങ്കിൽ ബ്ലാക്ക് കഴിഞ്ഞ് റെഡ് അല്ലെങ്കിൽ റെഡ് കഴിഞ്ഞ് ബ്ലാക്ക്. ഇതാണ് കേസ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ കേസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രോബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് R1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് R1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് B1. So what is probability of B1? Probability of B1 is black കിട്ടാനുള്ള probability 10/18 into 8/18 plus 8/18 into 10/18. രണ്ട് കേസിലും സിമിലർ കേസ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 2 into 10/18 into 8/18. ഇത് ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, 4/9 ഇവിടെ 5/9. So that is 2 into 20/81, which is equal to 40/81 will be the final answer. മനസ്സിലായോ? This is the case where എന്താണ് നോക്കിക്കേ, പ്രോബബിലിറ്റിന്റെ അകത്ത് ഫസ്റ്റ് കേസിൽ വിത്ത് റീപ്ലേസ്മെന്റിൽ സംഭവിക്കുന്നതിന്റെ അകത്ത് ഫസ്റ്റ് കേസ് ഇതാണ്, സെക്കൻഡ് കേസ് ഇതാണ്, തേർഡ് കേസ് ഇതാണ്. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താൽ പറഞ്ഞു, അപ്പൊ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയുന്നില്ല. നോക്കുക, മനസ്സിലാക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് കേസ് വിത്ത് റീപ്ലേസ്മെന്റിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ വിത്തൗട്ട് റീപ്ലേസ്മെന്റോടെ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഓക്കെ, നോക്കിക്കോ. Cards are drawn at random and without a replacement from a pack of 52 playing cards. Find the probability that both the cards are black. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു പ്ലെയിങ് കാർഡ്സിന്റെ കേസ് മിസ് ഫസ്റ്റ് ക്ലാസ്സിൽ സംസാരിച്ചായിരുന്നു. ആ പ്ലെയിങ് കാർഡ്സിന്റെ അകത്ത് 52 കാർഡ്സുകളാണ് ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് 2 കാർഡുകളാണ് നമുക്ക് കമ്പൈൻ ചെയ്ത് എടുക്കേണ്ടത്. ഈ 2 കാർഡിന്റെ പോസിബിലിറ്റീസ് നോക്കുന്ന സമയത്ത് എന്താ, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. അതായത് 52 കാർഡ്സുകൾ ഷഫിൾ ചെയ്ത് ഞാനൊരു പാക്കാക്കി വെച്ചേക്കുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തു. അപ്പൊ 52 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് ഞാൻ എടുത്തു. ആൻഡ് ബാക്കി ഇനി ഇതിൻ്റെ അകത്ത് എത്ര ഉണ്ട്, 51 കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കാർഡ് ഞാൻ എടുത്തത് മാറ്റി വെച്ചു. ഓക്കെ, വീണ്ടും ഞാൻ അടുത്ത കാർഡ് എടുക്കുമ്പോൾ ടോട്ടൽ ഔട്ട്കം വിൽ ബി 51 നിന്നാണ് ഒരെണ്ണം എടുക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ഞാൻ എടുത്തത് അവിടെ ഡിപ്പെൻഡന്റ് ആയി, കാരണം അത് തിരിച്ചു വെച്ചായിരുന്നു എങ്കിൽ ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡന്റ്. പക്ഷെ ഇത് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം സംഭവിച്ചു. ആദ്യത്തെ ഡ്രോ എടുത്തത് കൊണ്ട് ഇവിടെ ഒരു വ്യത്യാസം സംഭവിച്ചു. വീണ്ടും നമ്മൾ അടുത്തതിൻ്റെ അകത്തുനിന്ന് വീണ്ടും ഡ്രോ എടുക്കുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എന്താണെന്നാ പറഞ്ഞേക്കുന്നത് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഈ കേസിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ആണ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ തിയറം എങ്ങനെയാ, P of A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് P of A ഇൻറ്റു P of B by A യോ അല്ലെങ്കിൽ P of A ഇന്റർസെക്ഷൻ B is equal to P of B ഇൻറ്റു P of A by B യോ ആയിരിക്കും. ഓക്കെ, സോ P of B given A അല്ലെങ്കിൽ P of A given B, ഈ രണ്ട് കേസിലുമാണ് രണ്ടെണ്ണം മൾട്ടിപ്ലിക്കേഷൻ തിയറം നമുക്ക് വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കിക്കേടാ, 2 കാർഡുകളാണ് എടുക്കേണ്ടത്. അപ്പൊ ടോട്ടൽ നമ്മുടെ ആദ്യം ഉണ്ടാകുന്ന സാമ്പിൾ സ്പേസിലെ ടോട്ടൽ എമൗണ്ട് വിൽ ബി ആൻസറിൽ ഫസ്റ്റ് എസ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ് എങ്കിൽ N of S is equal to 52 ആയിരുന്നു. പക്ഷെ അവിടെ 2 ഇവന്റ്സുകൾ നമുക്ക് വരാം. ദാറ്റ് ഈസ് ഫസ്റ്റ് റോയ്ക്കകത്ത് നമുക്കൊരു ബ്ലാക്ക് കാർഡ് കിട്ടി. ഫസ്റ്റ് ഡ്രോൺ കാർഡ് ഇസ് ബ്ലാക്ക് ആൻഡ് അത് ബ്ലാക്ക് കിട്ടിയെങ്കിൽ എപ്പോഴാണോ ഒരു ബ്ലാക്ക് കാർഡ് കിട്ടുന്നത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, ആ കാർഡ് എടുത്ത് മാറ്റി വെച്ചു. വീണ്ടും നമ്മൾ അടുത്തെടുത്ത് എപ്പോഴാണോ രണ്ടാമത് ഒരു ബ്ലാക്ക് കാർഡ് കിട്ടുന്നത് അവിടെ വരെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു ആൻഡ് അത് ബ്ലാക്ക് കിട്ടുന്നിടത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ദ ഫസ്റ്റ് ഇവന്റ് ഇസ് ഫസ്റ്റ് ഡ്രോൺ കാർഡ് ഇസ് ബ്ലാക്ക് ആൻഡ് ബി ഇസ് സെക്കൻഡ് ഡ്രോൺ കാർഡ് ഇസ് ബ്ലാക്ക്. ഇനി ഞാൻ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു B given A അല്ലെങ്കിൽ A given B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ B given A എന്ന് പറഞ്ഞാൽ A നടന്നതിന് ശേഷമുള്ള B യുടെ പ്രോബബിലിറ്റി, P of A given B എന്ന് പറഞ്ഞാൽ B നടന്നതിന് ശേഷമുള്ള A യുടെ പ്രോബബിലിറ്റി. ഇതാണ് കേസ്. ഓക്കെ, അപ്പൊ അന്നേരം ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് ഡ്രോ നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം രണ്ടാമത് B കിട്ടുന്നു. അപ്പൊ എന്താ A നടന്നതിന് ശേഷമുള്ള B യുടെ കേസ്. അപ്പൊ ഏതാ എടുക്കേണ്ടത്, A നടന്നതിന് ശേഷമുള്ള B യുടെ കേസ്. ഏത്, ഫസ്റ്റ് ഇക്വേഷൻ. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്
2 black cards without replacement. തിരിഞ്ഞു പോകരുത്, വിത്ത് റീപ്ലേസ്മെന്റും വിത്തൗട്ട് റീപ്ലേസ്മെന്റും. അതിനാണ് ഞാൻ ഇത്ര ഘോരമായിട്ട് ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും എല്ലാ കാര്യങ്ങളും പറയുന്നത്. ആയിരിക്കും രണ്ട് കേസും സാറ്റിസ്ഫൈ ചെയ്യണം. എ ഇന്റർസെക്ഷൻ ബി ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, അത് എന്തെന്ന് പറയാം, എ ഇന്റർസെക്ഷൻ ബി ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഓക്കെ, സോ ദിസ് ഇസ് ദ കേസ്. ഇനി പ്രോബിലിറ്റി ഓഫ് എ എന്താ? ആദ്യം ഒരു കാർഡ് ബ്ലാക്ക് എടുക്കുമ്പോൾ അതിന്റെ അകത്ത് ടോട്ടൽ ബ്ലാക്ക് കാർഡ്സുകളുടെ എണ്ണം എത്രയാണ്? 52-ൽ പാതി ബ്ലാക്കും പാതി റെഡും ആണ്. ആയിട്ടൊരു കാർഡ് എടുക്കുമ്പോൾ മൊത്തത്തിൽ 26 കാർഡുകളാണ് ഔട്ട് ഓഫ് 52. 52ന്റെ അകത്ത് 26 എണ്ണമാണ് എടുക്കുന്നത്. ഇനി വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ? ബി ഗിവൺ എ വരുന്ന സമയത്ത് എന്തായിരിക്കും? നമ്മൾ ആ ഒരു കാർഡ് എടുത്ത് മാറ്റി വെച്ചു അല്ലെ. അപ്പൊ 52 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പോയപ്പോൾ ബാക്കി ഇനി എത്ര ഉള്ളൂ? 51 എണ്ണമേ ഉള്ളൂ. ആൻഡ് ഓൾസോ ബ്ലാക്ക് കാർഡിലും വ്യത്യാസം സംഭവിച്ചു. 26 ബ്ലാക്ക് കാർഡ് ഉള്ളതിൽ നിന്ന് ഒരു ബ്ലാക്ക് കാർഡ് പോയപ്പോൾ ഇനി ബാക്കി 25 എണ്ണമേ ഉള്ളൂ. സോ ദ കേസ് വിൽ ബി 25 × 51. അതൊന്ന് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ടും കൂടെ 2 ആണ്. സോ 1/2 × 25/51. സോ വിച്ച് ഈസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 102 എന്ന് കിട്ടുന്നു. സോ ദിസ് ഇസ് ദ ഫൈനൽ കേസ്. This is the probability that both the cards are black. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോട്ട് ചെയ്യാം, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേ സിമിലർ ക്വസ്റ്റ്യൻ കുറേ നിങ്ങളുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസിലുണ്ട്. ട്രൈ ഔട്ട് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതൊരു ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ ആ ഒരു സെക്ഷൻ്റെ പ്രോബ്ലംസ് നിർത്തുകയാണ്. വി ക്യാൻ ഗോ ടു ദ ബേസ് തിയറം. ഓക്കെ, ബേസ് തിയറത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കാം. ഓക്കെടാ, ബേസ് തിയറവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബേസ് തിയറം. ഇതേപോലത്തെ കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്തൊരു പാറ്റേൺ പറഞ്ഞു തരാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ ആകണം എക്സാമിന് വരുന്നതെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയടാ, ബാഗ് 1 contains 3 red and 4 black balls, while another bag 2 contains 5 red and 6 black balls. One ball is drawn at random from one of the bags and it is found to be red. Find the probability that it was drawn from bag 2. എന്താ എളുപ്പമല്ലേ? നോക്കിക്കേ, 2 ബാഗുകളുണ്ട്. ശ്രദ്ധിക്കാം, 2 ബാഗുകളുണ്ട്. ഇത് ബാഗ് 1, ഇത് ബാഗ് 2. ഓക്കെ, ബാഗ് 1 ആൻഡ് ബാഗ് 2. ബാഗ് 1ന്റെ അകത്ത് ആരൊക്കെയാ ഉള്ളത്? 3 റെഡും and 4 black balls. ഇവിടെ 5 റെഡും 6 ബ്ലാക്കും ബോൾസ്. ഓക്കെ, ഒരു ബോൾ നമ്മൾ ഒരു ബാഗിൽ നിന്ന് എടുത്തു ആൻഡ് നമുക്ക് കിട്ടേണ്ടത് ഒരു റെഡ് ബോൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ദ ബാഗ് 2. രണ്ടാമത്തെ ബാഗിൽ നിന്നാണ് നമുക്ക് ആ ഒരു റെഡ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 2 ഇവന്റ്സുകളാണ് ബേസിക്കലി ഉള്ളത്. ഒന്നുകിൽ ബാഗ് 1 അല്ലെങ്കിൽ ബാഗ് 2. അതിൻ്റെ അകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സ്പെസിഫിക്കലി ബാഗ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ രണ്ടിന്റെയും കൺസിഡറേഷൻ നമുക്ക് എടുക്കണം. സോ ഇവന്റ് 1നെ ബാഗ് 1ന്റെ അകത്തുനിന്ന് ഒരു ബോൾ എടുക്കുന്നതായിട്ട് അസ്യൂം ചെയ്യാം. ഇവന്റ് 2നെ ബാഗ് 2ന്റെ അകത്തുനിന്ന് എടുക്കുന്നതായിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ അതൊന്ന് എഴുതാം, നോക്കിക്കേ. സോ ആൻസർ, ലെറ്റ് ഈവൻ ബി ദ ഇവന്റ് ഓഫ് ചൂസിങ് bag 1. E2, the event of choosing bag 2. ഇപ്പൊ ബാഗ് 1 അല്ലെങ്കിൽ ബാഗ് 2 ചൂസ് ചെയ്യാം. ഇനി നമ്മുടെ ആവശ്യം എന്താണ്? അത് അങ്ങനെ ഒരു ഇവന്റ് ഡിഫൈൻ ചെയ്യാം. ദ ഇവന്റ് ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ. ഒരു റെഡ് ബോൾ കിട്ടുക എന്നതാണ് നമ്മുടെ ആവശ്യം അല്ലെ. നമ്മുടെ ബേസ് തിയറത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പി ഓഫ് E1ന്റെ ആവശ്യമുണ്ട്, പി ഓഫ് E2യുടെ ആവശ്യമുണ്ട്. വാട്ട് ഇസ് പി ഓഫ് E1? പി ഓഫ് E1 എന്തായിരിക്കും? കാരണം ബേസിക് ആയിട്ട് 2 ബാഗുകളല്ലേ ഉള്ളത്. അപ്പം E1 സെലക്ട് ചെയ്യണോ E2 സെലക്ട് ചെയ്യണോ? 2 ബാഗുകളിൽ നിന്ന് 1 സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താ? ഫേവറബിൾ ഔട്ട്കംസ് 1 ഡിവൈഡഡ് ബൈ 2 അല്ലെ. പാതി പാതി അല്ലേ, 50-50 അല്ലേ. ഒന്നെങ്കിൽ ബാഗ് 1 അല്ലെങ്കിൽ ബാഗ് 2, 50-50 ആണ്. സോ പി ഓഫ് E1 ഇസ് ഈക്വൽ ടു പി ഓഫ് E2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/2 ആയിരിക്കും. ചില കേസുകളിൽ നമുക്ക് ഇതേപോലെ 50-50 ചാൻസുകൾ അല്ലാത്തതിൽ പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യും. പ്രോബിലിറ്റി ഓഫ് ഇന്ന ഇവന്റ് നടക്കാൻ
എത്ര ഇന്ന ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കേസ് എടുക്കുക. ഇവിടെ അങ്ങനൊന്നും പറയുന്നില്ല, 2 ബാഗുകളുണ്ട്, അതിലേതെങ്കിലും ഒന്ന്. സോ ദാറ്റ് ദ പ്രോബിലിറ്റി വിൽ ബി 1/2. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് A by E1. സോ പ്രോബിലിറ്റി ഓഫ് A by E1. സോ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് A by E1? അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യം ബാഗ് 1 സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് ഒരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. അതല്ലേ ഗിവൺ എന്ന് പറഞ്ഞാൽ എന്താ, A ഗിവൺ E1 എന്ന് പറഞ്ഞാൽ അടിയിലത്തെ ആ ഒരു സാധനം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മുകളിലത്തെ സാധനം സംഭവിക്കാനുള്ള പ്രോബിലിറ്റി. സോ ദാറ്റ് E1 സെലക്ട് ചെയ്തു. E1 എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ബാഗ്. ഈ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ എന്താ റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. സോ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ അവന്റെ മൊത്തത്തിൽ എത്ര ഉണ്ട്, 3/4 is 7 balls ആണുള്ളത്. അതിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി 3/7. ക്ലിയർ ആണോ? സോ ഇറ്റ് ഈസ് മീൻസ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ ഫ്രം ബാഗ് 1. എന്തായിരിക്കും പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ ഫ്രം ബാഗ് 1? ദാറ്റ് ഈസ് 3/7 അല്ലെ. ഇനി അടുത്തത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് A given E2, അതായത് E2 എന്ന ബാഗിൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി. ദാറ്റ് വിൽ ബി എന്താ, ടോട്ടൽ എത്രയാണ്, 5 + 6 is 11. അതിൽ നിന്ന് 5 balls. സോ ദാറ്റ് ഈസ് 5/11 ആയിരിക്കും. എഴുതിക്കോണം പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ റെഡ് ബോൾ ഫ്രം ബാഗ് 2, ദാറ്റ് ഈസ് 5/11. അപ്പൊ അതെല്ലാം കിട്ടി. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ പ്രോബിലിറ്റിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കുക. ബൈ യൂസിംഗ് ദ ബേസ് തിയറം, we want to find probability of finding the probability it was drawn from bag 2. bag 2ൽ നിന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ്. അപ്പോൾ നമ്മുടെ ഇവന്റ് A ആണ് നടക്കേണ്ടത്. ആൻഡ് ഏതിന്റെ അകത്തുനിന്ന് നടക്കണം, E2ന്റെ അകത്തുനിന്ന് നടക്കണം അല്ലെ. E2 എന്ന ഇവന്റിൽ നിന്ന്, ബാഗ് 2 എന്ന് പറയുന്ന ഇവന്റിൽ നിന്നാണ് കിട്ടേണ്ടത്. സോ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, നമ്മൾ കഴിഞ്ഞ ദിവസം ബേസ് തിയറത്തിന്റെ നോർമൽ ഇക്വേഷൻ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോബിലിറ്റി ഓഫ് E2 given A ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് E2 into probability of A given E2. ഇതാണ് നമ്മുടെ കേസ് അല്ലെ. E2 എന്ന ബാഗിൽ നിന്ന് A എടുക്കാനുള്ള കേസ്. ഇനി ഡിവൈഡഡ് ബൈ എല്ലാത്തിന്റെയും പോസിബിലിറ്റി എന്തൊക്കെയാ, പ്രോബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A given E1 വരാം, പ്ലസ് പ്രോബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A given E2 വരാം. സോ ദീസ് ആർ ദ പോസിബിലിറ്റീസ് അല്ലെ. ഇതൊന്ന് ഒരാമത്തെ കേസ്, ഇത് രണ്ടാമത്തെ കേസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, പ്രോബിലിറ്റി ഓഫ് E2 അറിയാം, പ്രോബിലിറ്റി ഓഫ് A given E2 അറിയാം, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് E2. പ്രോബിലിറ്റി ഓഫ് E2 is 1/2 into probability of A given E2 5/11, the whole divided by probability of E1 is 1/2 into E1 A given E1 is 3/7 plus 1/2 into 5/11. Calculate ചെയ്യാം, ഫൈനൽ ആൻസറിലേക്ക് എത്താം. സോ ഫൈനൽ ആൻസർ വിൽ ബി ഇസ് ഈക്വൽ ടു 1/2 into 5/11 is 5/22. The whole divided by ഇവിടെ 3/14 plus 5/22. LCM എടുക്കാം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 35 ഡിവൈഡ് ബൈ 68 എന്ന് LCM എടുത്ത് കഴിയുമ്പോൾ കിട്ടും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ബേസിക് കാൽക്കുലേഷൻ ആണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതിൽ നിന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, ആൻഡ് ഇക്വേഷൻ മനസ്സിലാക്കുക, അതനുസരിച്ച് അതിൻ്റെ അകത്ത് വേരിയേഷൻ സംഭവിക്കും. ഓക്കെ, ഒന്ന് എഴുതിയെടുക്കുക. ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഓക്കെ, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നോക്കിക്കേടാ, ഇതിൻ്റെ അകത്ത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചാണ്, അവിടെ ഓർ ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ക്വസ്റ്റ്യൻ എഴുതിയേ പറ്റത്തുള്ളായിരുന്നു. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കിക്കേ, ഗിവൺ 3 ഐഡന്റിക്കൽ ബോക്സസ് 1, 2 and 3. 3 ബോക്സസ് ആണ് ഇവിടെ തരുന്നത്. ഓക്കെ, ബോക്സ് 1, box 2 and box 3. ഇതിന്റെ പ്രത്യേകത എന്താ? ഈച്ച് കണ്ടെയ്നിങ് 2 coins, 2 കോയിൻസുകൾ വീതമാണ് ഓരോത്തിലും ഉള്ളത്. ഇൻ ബോക്സ് 1 ബോത്ത് കോയിൻസ് ആർ ഗോൾഡ് കോയിൻസ്, അതായത് ഒരു കോയിനും ഒരു ഗോൾഡ് കോയിന്, അടുത്തത് ഒരു ഗോൾഡ് കോയിന്. അടുത്തത് ഇൻ ബോക്സ് 2 ബോത്ത് ആർ സിൽവർ കോയിൻസ്. രണ്ടാമത്തെ ബോക്സിൽ രണ്ടും എന്താണ്? സിൽവർ കോയിൻസുകളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത്
there is in the box 3 there is one gold and silver coin, one silver coin ആയിരിക്കും കേട്ടോ, one silver coin. അപ്പം ഇവിടെയും ഒരു ഗോൾഡും ഉണ്ട്, ഒരെണ്ണം സിൽവറും ആണ്. Okay, a person chooses a box at random and takes out a coin. If the coin is of gold, what is the probability that the other coin in the box is also of gold? അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നോക്കിയാൽ ഇത് മനസ്സിലായല്ലോ, ഇവിടെ വരെ ഉള്ളത് മനസ്സിലായി. എന്താ, 3 ബോക്സുകളുണ്ട്, 3 ബോക്സിലും ഇതുപോലാണ് കോയിൻസ് പ്രസന്റ് ചെയ്യുന്നത്. 2 ഗോൾഡ് കോയിൻ, 2 സിൽവർ കോയിൻ, ഒരു ഗോൾഡ്, ഒരു സിൽവർ. ഇനി നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കേണ്ട ഒരാൾ വന്നു, ഇപ്പൊ ഞാൻ വന്നു, റാൻഡം ആയിട്ട് ഒരു ബോക്സ് ഞാൻ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തതിന്റെ അകത്തുനിന്ന് ഒരു കോയിൻ ഞാൻ എടുത്തു. ആൻഡ് എനിക്ക് ഒരു കോയിൻ കിട്ടുന്നത് ഗോൾഡ് ആയിരിക്കണം. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ അതർ കോയിൻ ഇൻ ദ ബോക്സ് ഇസ് ഓൾസോ ഓഫ് ഗോൾഡ്. അതായത് ഏതെങ്കിലും ഒരു ബോക്സ് എടുത്തു എന്ന് ഞാൻ വിചാരിക്കാം, ലെറ്റ് ഇറ്റ് ബി ഫസ്റ്റ് ബോക്സ് ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ അകത്ത് ഞാനൊരു ഗോൾഡ് കോയിൻ എടുത്ത് എന്റെ കൈ വെക്കുമ്പോൾ ആ ബോക്സിന്റെ അകത്തിരിക്കുന്ന മറ്റേതും ഗോൾഡ് ആകണം. അപ്പൊ ഏത് ബോക്സ് അങ്ങനെ എടുത്താലാണ് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിയേ. ഫസ്റ്റ് ബോക്സിന്റെ അകത്ത് ഒരു ഗോൾഡ് എടുത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊരു ഗോൾഡാണ്. അപ്പം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡേ എനിക്ക് എടുക്കാനില്ല, സിൽവർ ആണ്, അപ്പൊ അത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് എനിക്ക് ഗോൾഡ് എടുക്കാം, പക്ഷെ പിന്നെ ആ ബോക്സിൽ ഇരിക്കുന്ന ഒരു സിൽവർ ആണ്, അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവത്തില്ല. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നത് ഏത് ബോക്സ് നമ്മൾ തിരഞ്ഞെടുക്കണം? ബോക്സ് 1ൽ നിന്ന് ഇങ്ങനെ ഒരു ഗോൾഡ് കോയിൻ എടുക്കുമ്പോൾ ബാക്കി അവിടെ നിൽക്കുന്ന ഒരു ഗോൾഡ് കോയിൻ ആയിരിക്കും. ആൻഡ് അത് എന്റെ പ്രോബിലിറ്റി എന്താണ്, മനസ്സിലായോ? അപ്പൊ സിമിലർ രീതിയിൽ നമുക്ക് 3 ഇവന്റ്സുകളാണ് ആദ്യം ഡിഫൈൻ ചെയ്യാനുള്ളത്. E1 വേണോ, E2 വേണോ, E3 വേണോ? അതായത് E1 എന്ന് പറയുമ്പോൾ ഏത് ബോക്സ് ചൂസ് ചെയ്യണം എന്നുള്ളത്, ദ ഇവന്റ് ഓഫ് ചൂസിങ് ബോക്സ് 1. രണ്ടാമത്തത് ദ ഇവന്റ് ഓഫ് ചൂസിങ് ബോക്സ് 2. അടുത്തത് ദ ഇവന്റ് ഓഫ് ചൂസിങ് ബോക്സ് 3. ഇനി അടുത്ത നമ്മുടെ ഇവന്റ് കണ്ടീഷൻ എന്താണ്? ദി ഇവന്റ് ദാറ്റ് ദ കോയിൻ ഡ്രോൺ ഇസ് ഗോൾഡ് അല്ലെ, ഇതാണ് കേസ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാത്തിന്റെയും കേസ് വേണം. 3 ബോക്സുകളാണ്. അപ്പൊ പി ഓഫ് E1 സെലക്ട് ചെയ്യാൻ, പി ഓഫ് E2 കിട്ടാൻ, E3 കിട്ടാനുള്ള പ്രോബിലിറ്റി വിൽ ബി എന്തായിരിക്കും? 3 എണ്ണം ആയതുകൊണ്ട് ഓരോന്നിന്റെയും പ്രോബിലിറ്റി 1/3 ആയിരിക്കും. ഇനി എ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പി ഓഫ് എ ഗിവൺ E1, അതായത് E1 എന്ന ബോക്സ് ഞാൻ സെലക്ട് എടുത്തു, അതിന്റെ അകത്തുനിന്ന് ഗോൾഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 2 ഗോൾഡ് കോയിൻസ് ആണ്, മൊത്തത്തിൽ 2 കോയിൻസുകളാണ്. സോ ദാറ്റ് ഇസ് 1. അടുത്തത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E2. E2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബോക്സ് ഞാൻ സെലക്ട് ചെയ്തു, അതിൽ നിന്ന് ഗോൾഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. എ എന്ന് പറഞ്ഞാൽ ഗോൾഡ് കിട്ടാന്നല്ലേ, അപ്പൊ എ കിട്ടാനുള്ളതെന്ന് പറയുന്നത് അവിടെ ഗോൾഡ് കോയിനേ ഇല്ല. സോ ദാറ്റ് ഇസ് 0. ഡിവൈഡ് ബൈ എത്ര കോയിൻസ് ടോട്ടൽ ഉണ്ട്? 2. ദാറ്റ് ഇസ് 0. അടുത്ത പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗിവൺ E3. സോ വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗിവൺ E3? അതായത് ഒരു ഗോൾഡ് കോയിൻ നമുക്ക് കിട്ടാനായിട്ട് അവിടെ 2 കോയിൻസിൽ ഒരെണ്ണം ഉണ്ട് ഗോൾഡ്. ഡിവൈഡ് ബൈ ടോട്ടൽ ഇസ് 2. സോ ദിസ് വിൽ ബി ദ കേസ്. മനസ്സിലായോ? ഇനി ബേസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബൈ യൂസിങ് ബേസ് തിയറം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇഫ് ദ കോയിൻ ഈസ് ഓഫ് ഗോൾഡ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ അതർ കോയിൻ ഇൻ ദ ബോക്സ് ഈസ് ഓൾസോ ഗോൾഡ്? അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബോക്സ് 1 ആയിരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്നത് ഒരു ഗോൾഡ് ആണ്, അത് നമ്മൾ ഫിക്സ് ചെയ്തു. അത് ഫിക്സ് ചെയ്തുകൊണ്ട് അടുത്ത പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ അതർ കോയിൻ ഇൻ ദ ബോക്സ് ഇസ് ഓൾസോ ഗോൾഡ്, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഗോൾഡ് ആണ് എന്ന് ഫിക്സ് ചെയ്തു. അപ്പൊ ആദ്യം ഫിക്സ് ചെയ്തത് എന്താ? എ ഗോൾഡ് ആണ് എടുക്കുന്നതെന്ന് ഫിക്സ് ചെയ്തു. ഏത് ബോക്സിൽ നിന്ന് എടുക്കണം? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ നിന്ന് എടുക്കണം. ഫസ്റ്റ് ബോക്സ് എടുക്കുന്നതിന്റെ ഇവന്റ് ഇസ് E1. സോ വി ഹാവ് ടു ഫൈൻഡ് എന്താ? പി ഓഫ് ഇ ഗിവൺ we have to find P of E1 given A ആണ് കണ്ടുപിടിക്കേണ്ടത്. So what will be the equation? P of E1 into P of A given E1 divide by P of E1 into P of A given E1 plus P of E2 into P of A given E2 plus probability of E3 into P of A given E3. So this will be the case. Okay. ഇനി probability of E1 എന്താ? Probability of E1, E2, E3 1/3 ആണ്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. E1 ഇത് A given E1 is 1,
A given E2 is 0, A given E3 is 1/2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1/3 into 1 divided by 1/3 into 1 plus 1/3 into 0 plus 1/3 into 1/2. So what will be the case? 1/3 into 1 is 1/3 divided by 1/3 into 1 is 1/3 plus ഇത് 0 ആയി പോകുന്നു, ഇത് 1/6. LCM എടുത്ത് സോൾവ് ചെയ്യാം. 1/3 by the LCM എടുക്കുമ്പോൾ 2 plus 1 the whole divided by 6 which is equal to 1/3 into 6/3. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ the final answer will be 2/3 എന്ന് കിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ് കേസ്, 4 മാർക്കിന് ചോദിക്കും, ഉറപ്പാണ്. നിങ്ങളുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഇതായതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത്. സോ ദിസ് ഇസ് ദ കേസ്, വെരി ഇമ്പോർട്ടൻറ്റ് കേസ്. എത്ര കേസ് ഉണ്ടോ അത്രയും ഇവന്റ്സുകൾ ഡിഫൈൻ ചെയ്യാം. നമുക്ക് എടുക്കേണ്ട കണ്ടീഷനെ ഒരു ഇവന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓരോ ഇവന്റ്സും കിട്ടാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. ഈ കണ്ടീഷൻ ഗിവൺ E1, കണ്ടീഷൻ ഗിവൺ E2, കണ്ടീഷൻ ഗിവൺ E3 നോക്കുക. അതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് ബേസ് തിയറത്തിലേക്ക് എന്താണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് ചെയ്യുക. കണ്ടീഷനാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്, പിന്നെ ഏതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് E1 ഗിവൺ എ, E2 എന്നാണെങ്കിൽ E2 ഗിവൺ എ. കാരണം ഗോൾഡ് ആണ് സെലക്ട് ചെയ്യുന്നത്, നമ്മൾ കൺഫേം ചെയ്തു. അത് സെലക്ട് ചെയ്തതിന് ശേഷം E1 എടുക്കാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് വിൽ ബി ദ ഇക്വേഷൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദിസ് ഇസ് ദ കേസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് ഒത്തിരി എക്സസൈസിലുണ്ട്. അത് മെയിനായിട്ട് നോക്കി പഠിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ കേസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ടുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ ചെയ്തു. അതല്ലാതെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസുകൾ കുറേ എക്സസൈസിലുണ്ട്, ചെയ്ത് നോക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. അടുത്ത സെഷനിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.